Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimmirandasya Jnananjanashalakaya Chakshuranmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Supatantikam Mandeham Shri Gurum Shri Uttapatakamalam Shri Gurum Vaishnavamsya Shri Rupam Sagrajatam Sagana Raghunatham Vitam Tam Sajivam Sadvedam Savadutam Parjana Saitam Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Ladita Shri Vishakham Vitam Syam Ye Krishna Krana Sindho Dinabandho Jagatpade Gopecha Gopika Kanda Radha Kanda Namostade Tapta Kanjana Gaurangi Radhe Vrindavaneshwari Shabanu Sude Devi Pranamami Hari Priye Vancha Kalpadarupesya Kripa Sindhu Bevacha Patidanam Pavanebhyo Vaishnavebhyo Namo Namaha Nama Om Vishnupadaya Krishna Prishtaya Bhutale Srimade Bhaktivedanta Swamine Dinamine Namaste Saraswati Deve Gauravani Pracharine Nirvishesha Shunyavadi Pashatya Dechatarine Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Guruve Gaura Chandraya Radhikaya Tadalaye Krishnaya Krishna Bhaktaya Tad Bhaktaya Namo Namah Hare Om Tat Sat Hare Krishna. So നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 48ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. സഹജം കർമ്മ കൗന്തേയ സദോഷം അപി ന ത്യജേത് സർവാരംഭ ഹി ദോഷേന ധൂമേനാഗ്നിർ ഇവാവൃതാം. സഹജം കർമ്മ കൗന്തേയ സദോഷം അപി ന ത്യജേത് സർവാരംഭ ഹി ദോഷേന ധൂമേനാഗ്നിർ ഇവാവൃതഃ. ഓക്കെ, രവി പ്രഭു and Mataji. Hare Krishna Prabhuji. Sahajam karma kaunteya sadoshamavinatyajet sarvarambha hi doshena dhumena akiravrita. Hare Krishna. Every endeavor is covered by some fault, just as fire is covered by smoke. Therefore, one should not give up the work born of his nature, O son of Kunti, even if such work is full of fault. Every endeavor is covered by some fault, just as fire is covered by smoke. Therefore, one should not give up the work born of his nature, O son of Kunti, even if such work is full of fault. ഭഗവാൻ പറയുന്നത് അവനവന്റെ ഏത് ഗുണത്തിലാണ് അവനൻ ഉള്ളത് വെച്ചാൽ ആ ഗുണത്തിലുള്ള പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യണം. ഏതൊരു പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്താലും ഏതൊരു കർമ്മം ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു കുറവോ പോരായ്മ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഈവൻ സച്ച് വർക്ക് ഈസ് ഫുൾ ഓഫ് ഫോൾട്ട്. മുഴുവനും പോരായ്മയാണെങ്കിലും കൂടി നമ്മൾ നമ്മളുടെ ആ വർണ്ണത്തിലുള്ള നമ്മുടെ ഗുണത്തിലുള്ള കർമ്മം ചെയ്യാതിരിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അതിനെന്താ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ആസ് ഫയർ ഈസ് കവേർഡ് ബൈ സ്മോക്ക് അല്ലേ? ചാരം കൊണ്ട് അഗ്നി മുഴുവൻ മൂടിയിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചാരം അഗ്നി ഉണ്ടെന്ന് തന്നെ അറിയില്ല. ചാരം നീക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ അഗ്നി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് ഉദാഹരണം. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ പെർഫെക്ഷൻ ആയിരിക്കില്ല. അപ്പം എന്തെങ്കിലും കുറവോ പോരായ്മയൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും നമ്മൾ അതിന് പിന്മാറാൻ പാടില്ല. നമ്മൾ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നമ്മളുടെ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഓ ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, എന്ന് ശരിയാവുന്നില്ല പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അവനവൻ്റെ ഏത് ഗുണത്തിലാണ് അവനുള്ളത് അത് ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയൻ അല്ലെങ്കിൽ വൈശ്യൻ അല്ലെങ്കിൽ ശൂദ്രൻ, ഏത് ഗുണത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, അതനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം. ഇവൻ പ്രഭുപാദ പറയുന്നുണ്ട്, അതായത് ഭക്തി ലിറ്ററേച്ചർ, ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, ചൈതന്യ ചരിതാമൃത എന്നീ കാര്യങ്ങളെല്ലാം ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇത് ബ്രാഹ്മണന്റെ ആ ലെവലിലുള്ള ആ യോഗ്യതയുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു പൊളിറ്റീഷ്യനോ ഒരു ഫിലിം സ്റ്റാറോ സ്പോർട്സ് സ്റ്റാറോ ഒരു സാധാരണ കഥ
നോവൽ എഴുതുന്ന ആൾക്കാരല്ല ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സാധാരണ ഇപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ മിക്കതും മോഡ് ഓഫ് പാഷനിലായിരിക്കും. കാരണം അവർക്ക് എന്താ, പേരും പ്രശസ്തിയും വേണം, സ്കോളേഴ്സ്, ഫിലോസഫേഴ്സ്. അപ്പോൾ ബ്രാഹ്മണന്മാര്, ഡിവോട്ടീസൊക്കെ സത്വഗുണത്തിലായിരിക്കും. അപ്പൊ അവരുടെ ജോലി ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷത്രിയന്മാരോ അല്ലെങ്കിൽ വൈശ്യന്മാരോ അല്ലെങ്കിൽ ശൂദ്രന്മാരോ ചെയ്താൽ ശരിയാവില്ല. കാരണം അവരുടെ ഗുണം അതിൽ പ്രതിഫലിക്കും. അപ്പൊ ഭക്തി ലിറ്ററേച്ചർ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്തും അതിനെ കമന്ററി എഴുതുന്നതും ഭക്തന്മാരായിരിക്കണം. മറ്റുള്ളവർക്ക് കഴിവുണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് കഴിവുണ്ടെങ്കിലും ഇവരെക്കാളും നന്നായിട്ട് സാഹിത്യവും അല്ലെങ്കിൽ വ്യാകരണമൊക്കെ അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ അവർ എഴുതാൻ പറ്റില്ല, കാരണം അവർക്ക് ഭക്തി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാൻ തന്നെ പറയുന്നത്, അത് നമ്മൾ ഏത് വർണ്ണത്തിലാണോ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് അതിൽ നമ്മൾ പെർഫെക്ഷൻ അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണം. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ വർണ്ണത്തിന്റെ ആ കർമ്മം ചെയ്യാൻ പാടില്ല. ഉദാഹരണം പറയുന്നത് എന്താണ്, നമ്മുടെ അർജുനൻ ഏത് ഗുണത്തിലാണ്? രജോ ഗുണത്തിൽ, അല്ലെ? ആ അർജുനൻ ബ്രാഹ്മണന്റെ ജോലി ചെയ്താൽ എങ്ങനെ ഇരിക്കും? ചെയ്യാൻ പറ്റില്ല. അർജുനൻ ഒരു ശൂദ്രന്റെ ജോലി ചെയ്താൽ എങ്ങനെ ഇരിക്കും? ചെയ്യാൻ പറ്റില്ല. കാരണം അർജുനന്റെ രക്തം മുഴുവൻ രജോ ഗുണത്തിലുള്ളതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണോ, ഏത് വർണ്ണത്തിലാണോ ഏത് ഗുണത്തിലാണോ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, ആ ഗുണം അല്ലെങ്കിൽ വർണ്ണത്തിന്റെ ആ ജോലി ചെയ്യാൻ, ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ തെറ്റുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതിൽ കുറവുകളുണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ടോട്ടലി ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ദ സൊസൈറ്റി. ഇവിടെ പറയുന്ന പർപ്പോട്ടില്ല, ഇൻ കണ്ടീഷൻ ലൈഫ് ഓൾ വർക്ക് ഈസ് കണ്ടാമിനേറ്റഡ് ബൈ ദ മെറ്റീരിയൽ മോഡ്സ് ഓഫ് നേച്ചർ. ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല. ഗുണങ്ങളെല്ലാം ഇതെല്ലാം മെറ്റീരിയൽ ആണല്ലോ. അപ്പൊ സത്വഗുണായാലും ശരി, രജോ ഗുണായാലും ശരി, തമോ ഗുണം. പക്ഷെ അതിൽ ഏറ്റവും നല്ലത് സത്വഗുണം. Even if one is a Brahmana, he has to perform sacrifices in which animal killing is necessary. ഇത് ഈ കലികാലത്തിന്റെ കാര്യമല്ല പറയുന്നത് പ്രഭുപാദ്, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒക്കെ ഉള്ള ആ കാര്യം പറയുന്നത്. അതായത് സാക്രിഫൈസ്, യജ്ഞങ്ങളിലെ animal killing is necessary. Similarly, a Kshatriya, however pious he may be, has to fight enemies. He cannot avoid it. Similarly, a merchant, however pious he may be, must sometimes hide his profit to stay in business, or he may sometimes have to do business on the black market. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത്, ഒരു ബ്രാഹ്മണൻ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പശുക്കളെ, മൃഗങ്ങളെ ഹോമിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും അത് കാലികാലത്തില് മൃഗങ്ങളുടെ യജ്ഞങ്ങളെല്ലാം വർജിച്ചിരിക്കുന്നു. പക്ഷെ മറ്റ് യുഗങ്ങളിൽ അത് നടന്നിരുന്നു. ക്ഷത്രിയൻ എത്ര തന്നെ പായസാണെങ്കിലും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പൊ അതിനും ചില കുറവുകളും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. അതേപോലെ ഒരു വാണിജ്യം ചെയ്യുന്ന ഒരു വ്യക്തി, വൈശ്യൻ, അദ്ദേഹത്തിന് നുണ പറയേണ്ടി വരും ബിസിനസ്സിൽ. കാരണം തൻ്റെ ആ ബിസിനസ്സിന് പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നുണ പറഞ്ഞേ പറ്റൂ, അനിവാര്യമാണ്. ആൻഡ് സംടൈംസ് ഹാവ് ടു ഡു ബിസിനസ് ഓൺ ദ ബ്ലാക്ക് മാർക്കറ്റ്. നമ്മൾ ചെയ്യുന്നില്ലേ? നമ്മൾ പൂഴ്ത്തി വയ്ക്കും പെട്ടെന്ന് വില കയറ്റാൻ വേണ്ടിയിട്ട്. സാധനങ്ങളുടെ കുറവ് വരുമ്പോൾ നമ്മൾ സാധനങ്ങൾക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും, എന്നിട്ട് സാധനം ഇല്ലാന്ന് പറയും. അതിന്റെ സ്കാഴ്സിറ്റി വരുമ്പോൾ ഇത് കൂട്ടി വെക്കും. ഇതാണ് ബ്ലാക്ക് മാർക്കറ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് ദീസ് തിങ്സ് ആർ നെസസറി, വൺ കനോട്ട് അവോയ്ഡ് ദം. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. Similarly, even though a man is a Shudra serving a bad master, he has to carry out the order of the master, even though it should not be. അപ്പോൾ ഒരു ശൂദ്രൻ എന്ന് പറഞ്ഞ മറ്റു 3 ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന വർണ്ണമാണ് ശൂദ്രൻ. അപ്പോൾ എന്താണ് തന്നെ മാസ്റ്റർ പറയുന്നത്, അത് ഇഷ്ടമില്ലെങ്കിലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഒരു ഒബ്ലിഗേഷൻ, പല ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കാണിച്ചാൽ നമ്മളുടെ സർവൈവലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശൂദ്രൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ചെയ്യേണ്ടി വരും. അതാണ് പറയുന്നത്.
So despite these flaws, one should continue to carry out his prescribed duties, for they are born out of his own nature. അപ്പൊ നമ്മളുടെ നേച്ചറാണ്, ഓരോരുത്തർക്കും ഓരോ നേച്ചറുണ്ട്, ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണത്തിന്റെ അധീനത്തിലുള്ള ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും ആണ് പറഞ്ഞത്. ചിലപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവും, പെർഫെക്ഷൻ ആയിരിക്കില്ല, പോരായ്മകളുണ്ടാവും, എങ്കിലും നമുക്കത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. A very nice example is given here. Although fire is pure, still there is smoke. Yet smoke does not make the fire impure. ഫയർ എല്ലാറ്റിനെയും പ്യൂരിഫൈ ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ്. പക്ഷെ അതിലും സ്മോക്ക് ഉണ്ട്. പക്ഷെ ആ സ്മോക്ക് ഫയറിനെ impure ആക്കുന്നില്ല, contaminate ആക്കുന്നില്ല. So even though there is smoke in the fire, fire is still considered to be the purest of all elements. If one prefers to give up the work of a Kshatriya and take up the occupation of a Brahmana, he is not assured that in the occupation of a Brahmana there are unpleasant duties. അപ്പോൾ അവനവന്റെ വർണ്ണം വിട്ട് മറ്റുള്ളവരുടെ വർണ്ണത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അതിനുണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ, അൺപ്ലസന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അയ്യത്തടാന്നാവും. അപ്പൊ അതിനേക്കാളും ബെറ്റർ അവനവന്റെ വർണ്ണത്തിലിരുന്ന് അവനവന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാം. One may then conclude that in the material world no one can be completely free from the contamination of material nature. This example of fire and smoke is very appropriate in this connection. So when in winter time one takes a stone from the fire, sometimes smoke disturbs the eyes and other part of the body, but still one must make use of the fire despite disturbing condition. തണുപ്പ് കാലത്ത് നമ്മള് തീ കായാൻ വേണ്ടിയിട്ട് തീ കത്തിക്കും അല്ലെ, അപ്പൊ അതിന് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും, ആ സ്മോക്ക് ഒക്കെ വന്ന് നമ്മൾ കണ്ണിലൊക്കെ വെള്ളം വരും, പക്ഷെ എങ്കിലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. Similarly, one should not give up his natural occupation because there are some disturbing elements. Rather, one should be determined to serve the Supreme Lord by his occupational duty in Krishna consciousness. That is the perfectional point. അപ്പൊ നമ്മളുടെ ഏത് ഗുണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ആ ഗുണത്തിലിരുന്ന് നമ്മൾ ഭഗവാനെ സേവിക്കാൻ നോക്കുകയാണ് വേണ്ടത്. അതിൽ പെർഫെക്ഷൻ എല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ പതുക്കെ ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ അതിന് ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നാണ്. So when a particular type of occupation is performed for the satisfaction of the Supreme Lord, all the defects in that particular occupation are purified. ഇതാണ് പറയുന്നത്, when a particular type of occupation is performed for the satisfaction, അതേ ജോലി തന്നെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കല്ലാതെ ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ പോരായ്മകളെല്ലാം ഭഗവാൻ അതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യും, അതെല്ലാം എഴുതി തള്ളും, അത് കാര്യമായിട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത്. ഓൾ ദ ഡിഫെക്ട്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഓക്യുപ്പേഷൻ ആർ പ്യൂരിഫൈഡ്. കാരണം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾക്കാണെങ്കിലോ അപ്പൊ അത് പ്യൂരിഫൈ ആവില്ല. When the results of the work are purified, when connected with devotional service, one becomes perfect in seeing the self within, and that is self-realization. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും ഭക്തിയുത സേവനങ്ങൾ ഭഗവാന് വേണ്ടി അർപ്പിക്കുമ്പോൾ അതിൽ എന്ത് തന്നെ തെറ്റോ കുറവോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ മനസ്സിലാക്കിയിട്ട് നമ്മളെ അതിൽ നിന്ന് പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ആ ഒരു പാത്താണ്, ആ ഒരു പ്രോസസ്സാണ് എന്താണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. Any comments or any questions? ഇത് വന്നില്ല സ്മിത മാതാജിയും ജിഷ മാതാജിയും? മറന്നോ? ടെക്സ്റ്റ് 49 പോവാം. അസക്താ ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. അസക്താ ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഓക്കെ, Madhuri Mataji and Sharanya Mataji. Buddhi sarvatra
വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരം സന്യാസേനാധിഗച്ഛതി. ഹരേ കൃഷ്ണ. ആത്മസംയമനം നേടിയവൻ, അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് രാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. One who is self-controlled and unattached and who disregards all material enjoyments can obtain, by practice of renunciation, the highest perfect stage of freedom from reaction. എന്നാണ് ഭഗവാൻ പറയുന്ന അർജുനോട്, വൺ ഹു ഇസ് സെൽഫ് കൺട്രോൾ, ആത്മസംയമനം സ്ഥാപിച്ച ഒരാൾ, and unattached to material enjoyment, and who disregards all material enjoyments can obtain by practice of renunciation. എന്താ renunciation? ത്യാഗം. ത്യാഗം കൊണ്ട് നമ്മുടെ highest perfect stage of freedom from reaction, നമ്മുടെ ആ സ്വതന്ത്രതയിലേക്ക് എത്തും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കർമ്മഫലം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഫ്രീഡം ഫ്രം റിയാക്ഷൻ. സോ റിയൽ റിനൗൺസിയേഷൻ മീൻസ് that one should always think himself part and parcel of the Supreme Lord, and therefore think that he has no right to enjoy the results of. നമ്മുടെ ഭഗവാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മമൈ വാംശോ ജീവലോകി. പല ശ്ലോകത്തിലൂടെയും അതായത് നമ്മളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ആസ് പാർട്ട് ആൻഡ് പാർസൽ ആ ഹോൾ സുപ്രീം ഹോളിനെ സേവിക്കുക എന്നുള്ളതാണ്. സുപ്രീം ഹോൾ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ അതാണ് റിയൽ റിനൗൺസിയേഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാം, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. അതാണ് he has no right to enjoy the results of his work. Since he is part and parcel of the Supreme Lord, the results of his work must be enjoyed by the Supreme Lord. ആരാണ് ആക്ച്വലി എൻജോയർ? ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരൻ. അല്ലെ? ആരാണ് ഭോക്ത? റിയൽ ഭോക്ത ഭഗവാനാണ്. ദിസ് ഈസ് ആക്ച്വലി കൃഷ്ണ കോൺഷ്യസ്നസ്. ഇത് മനസ്സിലാക്കി, ഈ തത്വം മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലും ജീവിക്കുക, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. നമ്മൾ ഭോക്ത അല്ല. വി ആർ ബീങ് എൻജോയ്ഡ്. നമ്മൾ എൻജോയർ അല്ല, ഭഗവാനാണ് എൻജോയർ. ഹി ഈസ് ഓൺലി പുരുഷ. അപ്പോ ആ ഭഗവാന്റെ എൻജോയ്മെന്റില് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലായ നമുക്കും എൻജോയ്മെന്റ് കിട്ടുന്നു എന്ന് മാത്രം. അല്ലേ? ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ, എനിക്കറിയില്ല, ഓർമ്മ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ നന്നായിട്ട് വിശക്കുന്ന സമയത്ത് നമ്മള് നല്ല ഭക്ഷണം കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി, ഇത് മൂന്നും കിട്ടും. അല്ലേ? നല്ല വിശക്കുന്ന സമയത്ത് നല്ലൊരു ഭക്ഷണം തരാണ്. ഓക്കെ, ഒരുപാടായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം, സംശസ് പ്രസാദം കിട്ടുകയാണ്. അപ്പൊ നമുക്ക് എന്താണ്? തുഷ്ടി, നമുക്കൊരു സംതൃപ്തി കിട്ടും. പുഷ്ടി, നറിഷ്മെന്റ് കിട്ടും എല്ലാ അംഗങ്ങൾക്കും. അല്ലേ? പിന്നെന്താ കിട്ടുക? സന്തുഷ്ടി, സന്തോഷം കിട്ടും. അല്ലേ? അപ്പോ ഭക്ഷണം നമ്മുടെ എവിടെ കൊടുക്കുന്നത്? വായിക്ക് മാത്രമേ സന്തോഷി കിട്ടുന്നുള്ളൂ, അല്ല പുഷ്ടി കിട്ടുന്നുള്ളൂ. പുഷ്ടി എല്ലാ പാർട്സിനും കിട്ടുന്നില്ലേ? ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും കിട്ടുന്നുണ്ട്. അല്ലേ? അപ്പോ ഭഗവാൻ ഫോർ എക്സാമ്പിൾ ഭഗവാൻ ദ സുപ്രീം ഹോൾ, നമ്മള് പാർട്ട് ആൻഡ് പാർസൽ, നമ്മുടെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ പാർട്ട് ആൻഡ് പാർസലാണ് ഈ ബോഡിയുടെ. അപ്പൊ അതിനെല്ലാം സന്തോഷവും തൃപ്തിയും പുഷ്ടിയൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ആകുമ്പോൾ, ഭഗവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആവുകൊണ്ട് നമുക്കും അതിന്റെ തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി കിട്ടും. ഉദാഹരണം എന്താണ്? ദ്രൗപദി, പാഞ്ചാലി, അക്ഷയപാത്രം, ആ കഥ നമുക്കറിയാം. അതിലുണ്ടായിരുന്ന ചെറിയൊരു ലീഫ് പാർട്ടിക്കിളിന്റെ ഭഗവാൻ കഴിച്ചപ്പോൾ
എല്ലാവർക്കും. അതൊരു ലീലയാണ്, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃത ഇങ്ങനെ ഉള്ള ആ ശാസ്ത്രങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഭക്ഷണം കഴിക്കുമ്പോൾ തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി. ഭാഗവതം, ഭഗവത്ഗീത, രാമായണം എന്നുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ, എസ്പെഷ്യലി അതിൽ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എന്താണ് റിസൾട്ട്? മൂന്ന് കാര്യങ്ങൾ കിട്ടും. ജ്ഞാനം, ഹരിബോൽ, ജ്ഞാനം, പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട്. നമ്മുടെ സോളിനെയാണ് ഫീൽ ചെയ്യണത്. നമുക്ക് ഭഗവാനോട് മാതാജി, നിഷ മാതാജി പറഞ്ഞ ഭക്തി, ഭഗവാനോടുള്ള യെസ് ഭക്തി, യെസ്. ഒന്നും കൂടി. പിന്നെ മോക്ഷം, മുക്തി. മുക്തി സെക്കൻഡറിയാണ് മാതാജി. ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി, മുക്തി, പിശാചാച്ചി എന്ന് പറയുന്നത്. ഭക്തി ഇസ് ദ ടോപ്പ് മോസ്റ്റ്. ഭക്തിയിൽ ഇതെല്ലാം അടങ്ങുന്നുണ്ട് അല്ലേ? ഇപ്പൊ 100 റുപ്യ രവിപ്രഭുവിന്റെ കയ്യിലുണ്ട്, അതിൽ 50 റുപ്യ ഉണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. 100 റുപ്യ ഉണ്ടെങ്കിൽ അതിൽ 50 റുപ്യ അടങ്ങുന്നുണ്ട്. ആനന്ദമായിരിക്കും കിട്ടുക. അപ്പൊ മാതാജി രവിപ്രഭു പറഞ്ഞു ഭക്തി കിട്ടും, ജ്ഞാനം കിട്ടും, ഒന്നും കൂടി കിട്ടും. ആനന്ദമാണോ? ആനന്ദല്ല, ഭക്തിയിൽ ആനന്ദമൊക്കെ ഇൻക്ലൂഡ് ആണ് മാതാജി. ഭക്തി കിട്ടുമ്പോ, പ്യുവർ ഭക്തി കിട്ടുമ്പോ ആനന്ദം ഇൻക്ലൂഡ് അല്ല. നമ്മുടെ സോളിനെ ഫീഡ് ചെയ്യുന്ന ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി, ഇത് മൂന്നും നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. എങ്ങനെ നല്ലൊരു പ്രസാദം കഴിക്കുമ്പോൾ തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി കിട്ടുന്നു, അതേപോലെ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി കിട്ടും. അപ്പോ ഇവിടെ നമ്മളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. എങ്ങനെ നമ്മൾ ഭക്ഷണം വായിൽ കൂടെ കഴിക്കുന്നു, അത് ഉദരത്തിൽ പോകുമ്പോൾ നമ്മളുടെ എല്ലാ അംഗങ്ങൾക്കും, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി കിട്ടുന്നു. അതേപോലെ ഭഗവാൻ ദ ഹോൾ ഈസ് എ പേഴ്സൺ. വെൻ ഹി കൺസ്യൂംസ്, വെൻ ഹി ഗെറ്റ്സ് എൻജോയ്മെന്റ്, നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ആയപ്പോൾ നമുക്കും അതേപോലെ എൻജോയ്മെന്റ് കിട്ടും. ഹു ഇസ് എൻജോയർ? Krishna is, and we are the part and parcel, so we are also getting the enjoyment. ഉദാഹരണം തന്നെ പറയുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതേപോലെ സെയിം എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത്. നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ പ്രശ്നം വരുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല, നമ്മൾ ഭഗവാന്റെ പാർട്ട് ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ ഈ ശരീരത്തിന് കയ്യും കാലും കണ്ണും മൂക്കൊക്കെ എങ്ങനെ പാർട്ട് ആൻഡ് പാർസലാണോ, അതേപോലെ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ് നമ്മൾ. അങ്ങനെ വിചാരിച്ചാൽ അത് ഈസിയാണ് മനസ്സിലാക്കുക. Okay, so since he is part and parcel of the Supreme Lord, the results of his work must be enjoyed by the Supreme Lord. This is actually Krishna consciousness. The person acting in Krishna consciousness is really a sannyasi, one in the renounced order of life. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നസ് ആ തലത്തിലെത്തിയ ഒരു ഭക്തൻ ഒരു സന്യാസിയാണ്. കാരണം റിനൻസിയന്റ് ആണ്. റിനൻസിയൻ ഫ്രം ദ മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു റിനൻസിയൻ ചെയ്യുന്നത്, ഒരു സന്യാസി. അപ്പൊ നമ്മുടെ സന്യാസിയുടെ വേഷം എടുത്തില്ലെങ്കിലും, സന്യാസിയുടെ ആ ഒരു ആശ്രമത്തിൽ അല്ലെങ്കിലും കൂടിയിട്ട് ഗൃഹസ്ഥ ആശ്രമത്തിൽ ഇരുന്നിട്ട് നമുക്ക് സന്യാസിയാവാം. By such a mentality, one is satisfied because he is actually acting for the Supreme. Thus, he is not attached to anything material. He becomes accustomed to not taking pleasure in anything beyond the transcendental happiness derived from the service of the Lord. അപ്പൊ നമ്മളുടെ ആ സന്തോഷം, ആനന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം. എങ്ങനെ ഒരു അമ്മ തൻ്റെ ചെറിയ കുഞ്ഞിനെ സേവിക്കുമ്പോൾ ആ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആനന്ദം,
അതേപോലെ ഒരു ഭക്തൻ ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം. ഇപ്പൊ വൃന്ദാവനിൽ വ്രജവാസികളൊക്കെ പറയുന്നത് കേൾക്കാം, അവർക്ക് കിട്ടുന്ന ആനന്ദം അവിടെ ഭഗവാനെ സേവിക്കുമ്പോൾ. ഭൗതിക തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആ സേവനത്തിൽ, പക്ഷെ ആ ബുദ്ധിമുട്ടിലും അവര് ആനന്ദം കണ്ടെത്തുകയാണ്. കാരണം ഭഗവാനെ, തൻ്റെ ലവറെ അല്ലെങ്കിൽ തൻ്റെ മാസ്റ്ററെ അല്ലെങ്കിൽ തൻ്റെ സഖാവിനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് അവിടെ പറയുന്നത്. വൃന്ദാവനത്തിലെ ശരിക്കുള്ള ബ്രജവാസികള് അവര് എത്ര തന്നെ ഭൗതിക തലത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ശരി, അവര് കണ്ണനെ സേവിക്കുമ്പോൾ അത്രയും അവർക്ക് ആനന്ദം കിട്ടുന്നു. അതാണ് അവിടെ ഒരു റിയൽ കൃഷ്ണ കോൺഷ്യസ് പേഴ്സണിന്റെ കാര്യം പറയുന്നത്. എ സന്യാസി is supposed to be free from the reactions of his past activities, but a person who is in Krishna consciousness automatically attains this perfection without even accepting the so-called order of renunciation. അവർ കൃഷ്ണ, ഒരു ഭക്തന്, ശുദ്ധ ഭക്തന് ഒരു സന്യാസി ആയിക്കൊണ്ട് നിർബന്ധമില്ല. സന്യാസിക്ക് തൻ്റെ മുൻ ജന്മത്തിലെ കർമ്മഫലത്തിൽ നിന്ന് ഫ്രീ ആവണം. അതെല്ലാം കളഞ്ഞിട്ട് ഫ്രീ ആയി മാത്രമാണ് ആ തലത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു ഭക്തന്, ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന് അതിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ല എന്ന് പറയുന്നത്. ഈവൻ വിത്തൗട്ട് ഈവൻ അക്സെപ്റ്റിംഗ് ദ സോ കോൾഡ് ഓർഡർ ഓഫ് റിനൗൺസിയേഷൻ ഈസ് എ റിനൗൺസിയേഷൻ. ദിസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈസ് കോൾഡ് യോഗാരൂഢ. അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് പറയുന്നത് യോഗാരൂഢ, ഓർ ദ പെർഫെക്ഷണൽ സ്റ്റേജ് ഓഫ് യോഗ, ആസ് കൺഫേംഡ് ഇൻ ദ 3rd chapter. Yasto Atma Ratir Evasyat. One who is satisfied in himself has no fear of any kind of reaction from his activity. One who is satisfied in himself പറഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയാം, ഞാൻ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്, എൻ്റെ കർമ്മം എന്നുള്ളത് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ആ തലത്തിലുള്ള അതാണ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക്, അങ്ങനത്തെ ഒരു ഭക്തന് നോ ഫിയർ ഓഫ് എനി കൈൻഡ് ഓഫ് റിയാക്ഷൻ ഫ്രം ഹിസ് ആക്ടിവിറ്റി എന്നാണ്. സോ എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ്? ടെക്സ്റ്റ് 50ക്ക് പോവാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സംസാനേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യ യാപര. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യ യാപര. സ്മിത മാതാജി ആൻഡ് മോദിനി മാതാജി. പ്രഭു, ഞാൻ ബുക്ക് എടുത്തിട്ടില്ല പ്രഭു, എനിക്ക് ഭയങ്കര പല്ലുവേദനയാ, പല്ലെടുത്തു പ്രഭു. മോദിനി മാതാജി വായിക്കുന്ന ശ്ലോകം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ശരണ്യ മാതാജി ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തികോന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെപ്പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. എന്നിൽ നിന്നിതറിയുക. O son of Kunti, learn from me how one who has achieved this perfection can attain the supreme perfection stage, Brahman, the stage of highest knowledge, by acting in the way I shall now summarize. അപ്പോൾ ഭഗവാൻ പറയുന്നത്, അങ്ങനെ ഒരു ഭക്തൻ എങ്ങനെയാണ് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തുന്നത്? സുപ്രീം അറ്റൈൻ ടു ദ സുപ്രീം പെർഫെക്ഷൻ സ്റ്റേജ് Brahman, the stage of highest knowledge, by acting in the way I shall now summarize. ഞാൻ ഇനി സംക്ഷിപ്തമായിട്ട് പറയാൻ പോവാണ് എങ്ങനെയാണ് ആ പെർഫെക്ഷൻ സ്റ്റേജ് ബ്രഹ്മൻ. അപ്പൊ ഇവിടെ ബ്രഹ്മൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതി അല്ല. ഓക്കെ, ബ്രഹ്മജ്യോതി അല്ല. ഇവിടെ ബ്രഹ്മൻ എന്ന് പറയുന്നത് ആ ദ ടോപ്പ് മോസ്റ്റ് റിയലൈസേഷൻ, പെർഫെക്ഷൻ സ്റ്റേജ്, ഭഗവാൻ റിയലൈസേഷൻ. The Lord describes for Arjuna how one can achieve the highest perfection stage simply by being engaged in his occupation duty.
performing that duty for the Supreme Personality of Godhead. One attains the supreme stage of Brahman simply by renouncing the result of the work for the satisfaction of the Supreme Lord. That is the process of self-realization. The actual perfection of knowledge is in attaining pure Krishna consciousness. That is described in the following. അപ്പോൾ ഇനി അടുത്ത വേഴ്സിന് ഭഗവാൻ അർജുനന് സമ്മറി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഒരു ഭക്തന് ആ ഹയസ്റ്റ് പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുക. നമ്മളുടെ ഏത് ആശ്രമത്തിലാണോ, ഏത് വർണ്ണത്തിലാണോ, ഏത് ഗുണത്തിലാണോ ഇരിക്കുന്നത്, ആ ആശ്രമ ഗുണം അല്ലെങ്കിൽ വർണ്ണത്തിലുള്ള ആ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ആ തലത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൽഫ് റിയലൈസ്. ഇതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ആ പാത എന്ന് പറയുന്നത്. ദ ആക്ച്വൽ പെർഫെക്ഷൻ ഓഫ് നോളേജ് ഈസ് അറ്റൈനിങ് പ്യുവർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ അവിടെ കൃഷ്ണ കോൺഷ്യസ്നസിന്റെ മുമ്പില് പ്യുവർ ഒരു അഡ്ജക്റ്റീവ് കൂടിയുണ്ട് അല്ലേ. കൃഷ്ണ കോൺഷ്യസ് ക്യാൻ ബി ഇൻ ഡിഫറെന്റ് മോഡ്സ്. സത്വഗുണത്തിലാവാം, രജോ ഗുണത്തിലാവാം, തമോ ഗുണത്തിലാവാം, ശുദ്ധ സാത്വിക് സ്റ്റേജിലാവാം. ഇവിടെ എന്താ പറയുന്നത്? പ്യുവർ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ അതീന്ദ്രമായിട്ടുള്ള ആ തലത്താണ്, മൂന്ന് ഗുണങ്ങളിലും അകപ്പെടാത്തത്. ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് വേഴ്സ് ആണ് പറയുന്നത്. 51 to 53. ബുദ്ധ്യാ വിശുദ്ധായ യുക്തോ ധൃത്യാമാനം നിയമ്യ ച ശബ്ദാദിൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച വിവിക്താസേ വിലാഘാംസി യഥാ വാക്കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഓക്കെ, എത്ര മൂന്നെണ്ണം, മൂന്ന് ഉണ്ട്. രവി പ്രഭു, നിഷ മാതാജി ആൻഡ് ശരണ്യ മാതാജി. ട്രാൻസ്ലേഷൻ മോദനി മാതാജി. രവി പ്രഭുവിന് വായിക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ മാതാജി ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സത്വാ രാഗദേശോ വ്യദുസ്യ ച വിവക്തസേവീ ലഗ്വാശി യതവാക്കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. ഇനി ശരണ്യ മാതാജി വായിച്ചോളൂ മൂന്നാമത്തെ. ഹരേ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. മോദനി മാതാജി ട്രാൻസ്ലേഷൻ. Being purified by his intelligence and controlling the mind with determination, giving up the objects of sense gratification, being freed from attachment and hatred, one who lives in a secluded place, who eats little, who controls his body, mind and power of speech, who is always in trance and who is detached, free from false ego, false lust, anger, acceptance of evil things, free from false proprietorship and peaceful, such a person is certainly elevated to the position of self-realization. ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ആ തലത്തിൽ ഉയർന്ന ഒരു ഭക്തന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ എന്തെല്ലാം ഉണ്ടായിരിക്കണം ആ ക്വാളിഫിക്കേഷൻ? ആ ഭക്തൻ ആ തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ബീങ് പ്യൂരിഫൈഡ് ബൈ ഇന്റലിജൻസ് ആൻഡ് കൺട്രോളിങ് ദ മൈൻഡ് വിത്ത് ഡിറ്റർമിനേഷൻ. അപ്പൊ നമ്മളുടെ ബുദ്ധി അതിനെ പ്യൂരിഫൈ ചെയ്യണം. നമുക്ക് എങ്ങനെ നമ്മുടെ ബുദ്ധിയെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ ബുദ്ധിയെ പ്യൂരിഫൈ ചെയ്യാം? നാമം ജപിച്ച്. നാമജപം. ഓക്കെ, പിന്നെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച്. ശരിക്കുള്ള ആ പോയിന്റ് എന്താണ്? നാമജപം യെസ് ഓക്കെ, ബട്ട് നമ്മളുടെ ബുദ്ധിയെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ മോദനി മാതാജി. സജ്ജന സേവ, സജ്ജന സംസർഗം, ഡിവോഷൻ, അതെല്ലാം ശരിയാണ്. ഓക്കെ, പക്ഷേ ഐ വാണ്ട് മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? മന്ത്രം ജപിക്കുക.
ഇന്റലിജൻസിനെ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മൾ എന്താ ചെയ്യാ? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റലിജൻസും പ്യൂരിറ്റി വരില്ലേ പ്രഭു? ബുദ്ധിയെ നമ്മൾ ഷാർപ്പൻ ചെയ്യാൻ ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്. അതാണ് ചോദിക്കുന്നത്. സ്വാധ്യായനായിരിക്കും ജ്ഞാനം. എന്താണ് എന്താ ചെയ്യേണ്ടതിന് ജ്ഞാനത്തിന്? സ്വാധ്യാനം. മന്ത്രങ്ങൾ ചൊല്ലുക. അല്ല, മന്ത്രം മനസ്സിനെ പ്യൂരിഫൈ ചെയ്യും. നമ്മളുടെ ഇന്റലിജൻസിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വാധ്യായം ചെയ്യണം. അതാണ് പറഞ്ഞത് സ്വാധ്യായം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രഭു? സ്വാധ്യായം ചെയ്യണം. ആ സ്വാധ്യായം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം ഇതൊക്കെ വായിക്കാം അല്ലേ? അതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മന്ത്രം അല്ലേ? പിന്നെ നമ്മളുടെ ബുദ്ധിയെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വാധ്യായം ചെയ്യണം. നമ്മുടെ പണത്തിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഭഗവാന്റെ സർവീസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ദാനം ചെയ്യണം. ഭഗവാന്റെ സർവീസിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കുന്ന പൈസ ടൈൻറ്റഡ് വിത്ത് ബ്ലഡ് ആണ്. ടൈൻറ്റഡ് വിത്ത് ഇല്ലീഗൽ സിൻഫുൾ ആക്ടിവിറ്റീസ്. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കുന്ന പൈസ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ടൈൻറ്റഡ് വിത്ത് സിൻഫുൾ ആക്ടിവിറ്റീസ്. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ദാനം ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നിനും നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലം പറയുന്നില്ലേ? അപ്പോ ഇതിനെല്ലാം കൂടി പറയുന്ന ഒരു ഒറ്റ മൂലിയാണ് നാമസങ്കീർത്തനം. നിങ്ങൾ പറയുന്നത് എല്ലാം എല്ലാം ഈ നാമസങ്കീർത്തനം എല്ലാം വരും. അതാണ് ശുക്രാചാര്യൻ പറയുന്നത്. എന്താണ് അറിയോ ആർക്കെങ്കിലും ശ്ലോകം? ചിലപ്പോൾ കൃഷ്ണമാതാജിക്ക് അറിയാമായിരിക്കും. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറയണ്ടായി. ശ്ലോകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭുജി, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശുക്രാചാര്യൻ വാമനദേവന്റെ ആ സമയത്ത്, വാമനദേവൻ വന്ന സമയത്ത് ബലി മഹാരാജ് പറഞ്ഞു, എല്ലാം ഞാൻ അങ്ങ് എന്താണ് ചോദിക്കുന്നത് തരാം. അപ്പൊ ശുക്രാചാര്യൻ പറഞ്ഞു, കൊടുക്കരുത്, വിഷ്ണുവാണ്, ചതിക്കും. അപ്പൊ വിഷ്ണു ആണെങ്കിൽ ഇതിന് മീതെ എന്തൊരു ഭാഗ്യമാണ്, ഞാൻ ആ വിഷ്ണുവിനെ എല്ലാം സമർപ്പണം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ തന്റെ ഗുരു പറഞ്ഞതിന് വിപരീതമായിട്ട് അദ്ദേഹം, അതായത് വിഷ്ണുവിന്റെ പുറകോട്ട് കൊണ്ടുവരല്ല ചെയ്യേണ്ടത്. ഒരു ഗുരു വിഷ്ണുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ശുക്രാചാര്യൻ എന്താ ചെയ്യുന്നത്? വിഷ്ണുവിൽ നിന്നും ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ ശുക്രാചാര്യന്റെ ആ മനസ്സും കൂടി വാമനദേവൻ പ്യൂരിഫൈ ചെയ്തു. അതിനുശേഷം ശുക്രാചാര്യർ പറയുന്നതാണ്, മന്ത്രതസ് തന്ത്രതസ് ഛിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം തവ. മന്ത്രതസ് തന്ത്രതസ്. മന്ത്രം, നമ്മൾ മന്ത്രം ചെല്ലുന്നതിൽ നമ്മളൊന്നും ആരും സംസ്കൃത് സ്കോളേഴ്സ് അല്ല അല്ലേ? നമ്മൾ ചൊല്ലുന്നതിന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാവില്ല, ആക്സന്റ് ശരിയാവില്ല, മീറ്റർ ശരിയാവില്ല. അങ്ങനെ ഒരുപാട് തെറ്റും കുറവും പോരായ്മ ഉണ്ടായിരിക്കും. അപ്പൊ ഛിദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഛിദ്രം എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രപ്പൻസി, തെറ്റ്, കുറവ്, പോരായ്മ അല്ലേ? ഛിദ്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓട്ട, ഗോൾ. അതാണ് ഇതിന്റെ. മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും. തന്ത്രസ്, റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ജ്ഞാനം, നമുക്ക് ഒരുപാട് തത്വസിദ്ധാന്തങ്ങള് അറിയാത്തതുണ്ടായിരിക്കും. അപ്പൊ അതിൽ ഒരുപാട് റിച്വൽസിൽ ഒരുപാട് തെറ്റ് വരുത്താം അല്ലേ? മന്ത്രതസ് തന്ത്രതസ് ഛിദ്രം, അതെല്ലാം നമുക്ക് കുറ്റം കുറവും പോരായ്മയൊക്കെ ഉണ്ടാവും. ദേശകാല അർഹ വസ്തുത. ദേശം, നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളവിടെ അബുദാബിയില് അറവുടുപ്പി റെസ്റ്റോറന്റ് ഹാളിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, ദേശം, കാലം. അപ്പൊ ഏതാണ് സ്ഥാനം? അവിടെ ഹോട്ടലിന്റെ ബഫേ, നോൺ വെജിറ്റേറിയനും മറ്റു മറിച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവിടെ നമ്മൾ ഡിവോഷൻ സർവീസ് ചെയ്തിരുന്നു. അപ്പൊ ആ സ്ഥലം ഓസ്പീഷ്യസ് ആണോ, പ്യുവർ ആണോ? അല്ല, ഇംപ്യൂർ ആണ്. അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ വല്ലവരും
കെട്ടിത്തൂങ്ങി സൂയിസൈഡ് ഉണ്ടാവും. ഇംപ്യൂർ പ്ലേസ് അല്ലേ? ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. ഇംപ്യൂർ പ്ലേസ്. അപ്പൊ ദേശം അല്ലെങ്കിൽ സ്ഥാനം, ഇറ്റ്സ് ഇംപ്യൂർ. നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാലം, രാഹുകാലം, ഗുളിക കാലം, ആ കാലം, ഈ കാലം, ഒരുപാട് അങ്ങനെ ഇനോസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാൻ പറ്റില്ല. പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് നല്ല കാലം എപ്പോഴും ചെയ്യാൻ നോക്കാൻ പറ്റില്ല. അപ്പൊ ദേശം ഇനോസ്പീഷ്യസ് ആയിരിക്കാം, കാലം ഇംപ്യൂർ ആയിരിക്കാം, ഇനോസ്പീഷ്യസ് ആയിരിക്കാം, അർഹ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഇംപ്യൂർ ആയിരിക്കാം അല്ലേ? ചിലപ്പോ ഈ ചെയ്യുന്ന ആൾക്കാര് പ്യൂർ ആയിരിക്കില്ല. ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആരായിരിക്കാം. എത്രയോ ആൾക്കാരുണ്ട്, നമുക്കറിയില്ല. അവരെന്തും നമുക്ക് ശരിക്കുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ഈ കാര്യങ്ങളൊക്കെ ഈ ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന എല്ലാവരും പ്യൂർ ആയിക്കൊള്ളുന്നില്ല. എന്തെങ്കിലും അനർത്ഥങ്ങളും കൽമശങ്ങളും ഒക്കെ അവർക്കുണ്ടായിരിക്കും. അപ്പൊ അതും പ്യൂർ ആയിരിക്കില്ല. വസ്തുത, സാമഗ്രികൾ, ഒരുപാട് സാമഗ്രികൾ നമുക്ക് ഈ കാരണങ്ങൾക്ക് വേണം. ശുദ്ധ പശുവിന്റെ നെയ്യ് വേണം ഹോമങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ, നമ്മുടെ വിളക്ക് കത്തിക്കാൻ. ചന്ദനം നല്ലത് വേണം. ഇപ്പൊ എല്ലാം അഡൾട്രേഷൻ ആണ്. ധാന്യങ്ങൾ വേണം, എല്ലാം അഡൾട്രേഷൻ ആണ് അല്ലെ? അപ്പൊ അതും ഛിദ്രമാണ്. അപ്പോ മന്ത്രദസ്, തന്ത്രദസ്, ഛിദ്രം, ദേശകാലാർഹ, വസ്തുത, ഇതെല്ലാം ഒന്നല്ലെങ്കിൽ ഇംപ്യൂർ, ഇനോസ്പീഷ്യസ് ആയിരിക്കും. എന്താണ് പറയുന്നത്? സർവം കരോതി നിശ്ചിതം. ഈ പോരായ്മകളെല്ലാം മാറ്റും. എപ്പോ? അനുസങ്കീർത്തനം. അങ്ങയുടെ കീർത്തനം ചൊല്ലുമ്പോൾ ഈ എല്ലാ പോരായ്മകളും മാറ്റപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഇന്റലിജൻസിനെ പ്യൂരിഫൈ ചെയ്യണം. പിന്നെ കൺട്രോളിങ് ദ മൈൻഡ് വിത്ത് ഡിറ്റർമിനേഷൻ. കൺട്രോളിങ് ദ മൈൻഡ് വിത്ത് ഡിറ്റർമിനേഷൻ എങ്ങനെ? നമ്മുടെ രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ, ഉപദേശാമൃത പറയുന്നുണ്ട് എങ്ങനെ നമ്മള് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ആർക്കാ സാധിക്കാം? വാചോവേഗം, മനസ്സാക്രോധവേഗം, ജീവാവേഗം, ഉദരോ അപസ്ഥവേഗം അല്ലെ? വാചോവേഗം, മനസ്സ, മൈൻഡ്, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എങ്ങനെ കൺട്രോൾ ചെയ്യണം? അതിന് നെക്സ്റ്റ് ശ്ലോകം പറയുന്നുണ്ട്. അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘശ്ച ലൗല്യം ച പ്രസിദ്ധി. ഫേവറബിൾ ആയിട്ട്. പിന്നെ അൺഫേവറബിൾ ആയിട്ട്. ഇത് അൺഫേവറബിൾ ആയിട്ട്. മറ്റത് ഫേവറബിൾ. ഉത്സാഹം, നിശ്ചയ, ധൈര്യ, തത് കർമ്മ പ്രവർത്തന, സംഘത്യാഗോ, സദോവൃത്തെ, ഷഡ്ബീർ, ഭക്തി, പ്രസിദ്ധി. മറ്റത് വിനശ്യതിയാണ്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ആങ്കർ, മൈൻഡ്, എല്ലാ സെൻസസും പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. ആൻഡ് കൺട്രോളിങ് മൈൻഡ് വിത്ത് ഡിറ്റർമിനേഷൻ. അപ്പൊ നമുക്ക് നല്ലൊരു നിഷ്ഠ വേണം, ഡിറ്റർമിനേഷൻ വേണം. ഗിവിംഗ് അപ്പ് ദ ഒബ്ജക്ട്സ് ഓഫ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് ആയിരിക്കരുത് നമ്മൾ ചെയ്യുന്നത്, ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്കാണ്. ഋഷിക്കേന ഋഷികേശ സേവനം ഭക്തി ഉച്ചത. ബീങ് ഫ്രീഡ് ഫ്രം അറ്റാച്ച്മെന്റ് ആൻഡ്, രണ്ടും പാടില്ല. അറ്റാച്ച്മെന്റും ഹേറ്റഡും പാടില്ല അല്ലേ? അതായത് അവേഷനും പാടില്ല. അവേഷൻ, അപ്പൊ നമ്മള് അറ്റാച്ച്മെന്റും ഇല്ല. എനിക്കൊരു കാര്യം, പക്ഷെ ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് ഹേറ്റഡ് ആണ്, അതെനിക്ക് വേണ്ട, അതും പാടില്ല. അപ്പൊ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഭഗവാൻ എന്താണോ ഇഷ്ടം, അത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ നോക്കാൻ പാടില്ല നമ്മൾ ചെയ്യണത്. ഭഗവാന്റെ പ്രീതിയാണ് അവിടെ, നമ്മളുടെ ഇന്ദ്രിയ പ്രീതിയല്ല നോക്കേണ്ടത്. അതാണ് ഇവിടെ അറ്റാച്ച്മെന്റ് ആൻഡ് ഹേറ്റ്രഡ് രണ്ടും പാടില്ല. വൺ ഹു ലീവ്സ് ഇൻ എ സെക്ലൂഡഡ് പ്ലേസ്, അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. വൺ ഹു ലീവ്സ് ഇൻ എ, പക്ഷെ നമുക്ക് ഭക്തന്മാരുടെ സംഘത്തിൽ ജീവിക്കാം. അത് ആസ് ഗുഡ് ആസ് ലിവിങ് ഇൻ എ സെക്ലൂഡഡ് പ്ലേസ്. കാരണം നമ്മുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ചിന്തയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഇടപെടില്ല.
ഭക്തന്മാരുടെ കൂടെ ജീവിക്കുമ്പോൾ. ഹു ഈറ്റ്സ് ലിറ്റിൽ, അപ്പൊ മിതമായിട്ട് ഭക്ഷണം കഴിക്കുക. ഹു കൺട്രോൾസ് ഹിസ് ബോഡി, അൺനെസറി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഒന്നും പാടില്ല. മൈൻഡ് ആൻഡ് പവർ ഓഫ് സ്പീച്ച്. പവർ ഓഫ് സ്പീച്ചിന് എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? അനുദ്വേഗകരം വാക്യം സത്യം സ്വാധ്യായാഭ്യാസനം ചെയ്വ വാൻമയം തപ ഉച്യതേ. അല്ലേ? അപ്പൊ നമ്മള് കൺട്രോൾ ഓഫ് സ്പീച്ച്, ഓസ്റ്ററിറ്റി ഓഫ് സ്പീച്ച്, അങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ഹു ഇസ് ഓൾവേസ് ഇൻ ട്രാൻസ് ആൻഡ് ഹു ഇസ് ഡിറ്റാച്ച്ഡ്. ഓൾവേസ് ഇൻ ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നമ്മൾ ഭഗവത് ഭക്തിയിൽ മുഴുകി ഭഗവാന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാം. ആൻഡ് ഹു ഇസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ്ലി അഫയേഴ്സ്, ഫ്രീ ഫ്രം ഫോൾസ് ഈഗോ. അതായത് ബോഡ്ലി കൺസെപ്ഷൻ ഓഫ് ലൈഫ് ആവാൻ പാടില്ല. ഫോൾസ് സ്ട്രെങ്ത്, എനിക്ക് നല്ല ശക്തിയുണ്ട്, എനിക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, അവരെല്ലാം എന്നെ സഹായിക്കും, അതുകൊണ്ട് ആ ഒരു ഫോൾസ് സ്ട്രെങ്ത് പാടില്ല. ഫോൾസ് പ്രൈഡ്, again false pride means I am somebody, I have so much of money, power, this and that. Lust, sense enjoyment, anger, ഭഗവാന്റെ കാര്യത്തിനല്ലാണ്ട് നമ്മൾ അനാവശ്യമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക. ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ തിങ്സ്, അതായത് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക. ഫ്രീ ഫ്രം ഫാൾസ് പ്രൊപ്പറേറ്റർഷിപ്പ്, അത് എൻ്റെതാണ്, എല്ലാം ഭഗവാന്റേതാണ്, പക്ഷെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം എൻ്റെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ചിന്ത. ആൻഡ് പീസ്ഫുൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ശാന്തി കിട്ടും. ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ സച്ച് എ പേഴ്സൺ ഇസ് സഡൻലി എലിവേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് സെൽഫ് റിയലൈസേഷൻ. അപ്പൊ ആ ഒരു ഭക്തൻ, ആ ഒരു വ്യക്തിയാണ് സെൽഫ് റിയലൈസേഷനിന്റെ ആ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്നതാണ്. അപ്പോൾ ടോട്ടലി ഈ 3 ഗുണത്തിൽ നിന്നും അതീതമായി നിൽക്കുന്ന ശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ നോക്കാം. ഓരോരുത്തർക്കും ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താം. നമ്മൾ ഓരോരുത്തരും ഇതിൽ എത്ര പെർസെൻറ്റേജ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അത് ഹോംവർക്ക് ഫോർ യു. ഓക്കെ, ഓരോരുത്തരും നോക്കുക. ഈ ശ്ലോകം വായിക്കുക, ശ്ലോകം വായിച്ചിട്ട് ഇതെല്ലാം നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റും. purification of intelligence, controlling the mind, giving up the objects of sense gratification, attachment hatred പാടില്ല, മിതമായി ഭക്ഷിക്കുക, ശരീരത്തിനെ കൺട്രോൾ ചെയ്യുക, മനസ്സിനെ കൺട്രോൾ ചെയ്യുക, നമ്മളുടെ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ ഫോൾസ് ഈഗോ, ഫോൾസ് പ്രൈഡ്, ഫോൾസ് സ്ട്രെങ്ത്, ലസ്റ്റ്, എങ്കർ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി ഇന്നത്തെ സ്റ്റേജിൽ നിന്ന്. നാളെ ഒരു പടി മീതെ ആയിരിക്കണം ഇന്നത്തെ നോക്കുമ്പോൾ. അപ്പോൾ എവറി ഡേ വി ഷുഡ് ഹാവ് സം പ്രോഗ്രസ്, അഡ്വാൻസ്മെന്റ്. ആരും പെർഫെക്റ്റ് ആവില്ല. ചില ആൾ 10%, ചില 20%, ചില 50, 60 അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് തലത്തിലാണോ, അപ്പോൾ നാളെ അതിലും ഒരു സ്റ്റെപ്പ് മീതെ ആയിരിക്കണം. സോ വി ഷുഡ് ട്രൈ ഫോർ ദാറ്റ്. പതുക്കെ പതുക്കെ, സ്ലോലി ആൻഡ് ഗ്രാജുവലി we should have these qualities ആണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ് സെൽഫ് റിയലൈസേഷൻ ആ തലത്തിലേക്ക് വരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. എന്തായാലും പർപ്പോട്ടും കൂടി വായിക്കാം, എന്നിട്ട് നിർത്താം. So when one is purified by intelligence, he keeps himself in the mode of goodness. ഇതൊക്കെ വായിക്കുമ്പോൾ ഇത്തിരി കടുകട്ടിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭക്തി മാർഗത്തിൽ എടുക്കുമ്പോൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഒരു 5 കൊല്ലം മുമ്പേ, ഒരു 3 കൊല്ലം മുമ്പേ എങ്ങനെയായിരുന്നു, 10 കൊല്ലം മുമ്പേ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി പ്രോഗ്രസ് അല്ലേ? ഡെഫിനറ്റ്ലി നമ്മൾ അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുണ്ട്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ദർ ഈസ് പ്രോഗ്രസ് ഡെഫിനറ്റ്ലി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചിന്താഗതി, നമ്മൾ കഴിയുന്നതും ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ ശല്യപ്പെടുത്താനോ ഹാം ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓൺ ദ കോൺട്രി നമ്മൾ സഹായിക്കാനും ശ്രമിക്കുന്നത് ഭക്തി മാർഗത്തിൽ. അപ്പോൾ ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു കൃപ കടാക്ഷം കൊണ്ടാണ് നമ്മളുടെ
ഈ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ ഇതിനെക്കാളും ബെറ്റർ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഡിറ്റർമിനേഷനും കൂടി നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം. So thus one becomes the controller of the mind and is always in trance. He is not attached to the objects of sense gratification and is free from attachment and hatred in his activities. Such a detached person naturally prefers to live in a secluded place. He does not eat more than what he requires, and he controls the activities of his body and mind. He has no false ego because he does not accept the body as himself. അപ്പൊ അതാണ് ബോഡി കൺസെപ്ഷൻ അല്ലാത്തൊരു വ്യക്തിക്കാണ് ആ ഫാൾസ് ഈഗോ എന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. നോർ ആസ് ഹി എ ഡിസയർ ടു മേക്ക് ദ ബോഡി ഫാറ്റ് ആൻഡ് സ്ട്രോങ് ബൈ അക്സെപ്റ്റിംഗ് സോ മെനി മെറ്റീരിയൽ തിങ്സ്. ബിക്കോസ് ഹി ഹാസ് നോ ബോഡി കൺസെപ്റ്റ് ഓഫ് ലൈഫ്, ഹി ഈസ് നോട്ട് ഫാൾസ്ലി പ്രൗഡ്. ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് എവറിഥിങ് ദാറ്റ് ഈസ് ഓഫേർഡ് ടു ഹിം ബൈ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. എതിർച്ചയാ ലാഭസന്തുഷ്ടോ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ, ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ് നമുക്ക് എന്താണ് കിട്ടുന്നത്, ഭഗവാൻ എന്താണ് നമുക്ക് തരുന്നത്, അതുകൊണ്ട് സന്തുഷ്ടം. ഓക്കെ, ചാണക്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് 3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണം, സംതൃപ്തി ഉണ്ടാവണം. 3 കാര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി വരാനേ പാടില്ല. ആർക്കെങ്കിലും അറിയോ എന്താണെന്ന്? ചാണക്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഒരുപാട് തവണ. 3 കാര്യത്തിൽ നമുക്ക് സംതൃപ്തി പാടില്ല, 3 കാര്യത്തിൽ എപ്പോഴും നമുക്ക് സംതൃപ്തി വേണം. എന്താണ് 3 കാര്യങ്ങൾ? ഓർമ്മയില്ല ആർക്ക്? മോദനി മാതാജി ഓർമ്മയില്ലോ? ചാണക്യൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഓർമ്മ വരും. ഇത് ഇത്രയും പറയുമല്ലോ. 3 കാര്യങ്ങളില് we should always be happy, satisfied. 3 കാര്യങ്ങളിൽ we should never be satisfied. ഓർമ്മയില്ല പ്രഭു പറയൂ. ഓക്കെ, ഞാൻ പറയാം. അതായത് പറയുന്നത് നമ്മള് 3 കാര്യങ്ങളിൽ സാറ്റിസ്ഫൈ. നമുക്ക് കിട്ടുന്ന ഭക്ഷണം, അതെന്താണ് നമ്മളുടെ ഡെസ്റ്റിനി, നമുക്ക് വിധി പ്രകാരം എന്താണ് കിട്ടുന്നത്, അത് അതിന് സാറ്റിസ്ഫൈ ആകണം. ഞാൻ ആ ഭക്ഷണത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതാവണം. വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ സാറ്റിസ്ഫൈ. എനിക്ക് വേറൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഫോളോ ചെയ്യുന്നുണ്ടോ പ്രഭു? പ്രഭു അത് ഫോളോ ചെയ്യുന്നുണ്ടോ? അതെ, അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഭക്ഷണം കിട്ടില്ല. തുഷ്ടി ഉണ്ടാവില്ല പിന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് നമ്മൾ എന്താണോ കിട്ടുന്നത് ബൈ ദ ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടി തൃപ്തിപ്പെടുന്നു. നമ്മളുടെ ധനം എന്താണ്, നമുക്ക് ധനം നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് കിട്ടിയത്, നമ്മൾ സന്തുഷ്ടി തൃപ്തിപ്പെടുന്നു. പിന്നെ നമ്മൾക്ക് സ്പൗസ് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകളും, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അതുകൊണ്ട് നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് കിട്ടുന്നതാണ് മാച്ചാണ്, എക്സാക്ട് മാച്ചാണ്, അതിലും ബെസ്റ്റ് മാച്ചാണ്. അതിന് വേണ്ടാതെ നമ്മൾ വേറെ മാച്ചിന് പോയാൽ അത് ബെസ്റ്റ് മാച്ച് ആവില്ല, അത് സെക്കൻഡോ തേർഡോ ലാസ്റ്റ് മാച്ച് ആയിരിക്കും. അപ്പൊ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ഭക്ഷണം, സ്പൗസ് ആൻഡ് മണി, ഇത് എപ്പോഴും നമ്മൾ സന്തുഷ്ടനായിരിക്കണം. പിന്നെ 3 എണ്ണത്തിൽ നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല. ഒന്ന് ചാൻഡിങ്. ഓക്കെ, ഒന്ന് ചാൻഡിങ്, നമ്മുടെ നാമജപം. അയ്യോ 16 മാല കഴിഞ്ഞു, എന്റെ കഴിഞ്ഞു, ഇല്ല, വീണ്ടും വീണ്ടും ചാൻഡ് ചെയ്യാനുള്ള ആ ഒരു രുചി ഉണ്ടാവണം നമുക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം ചാരിറ്റി, നമ്മൾ ദാനം കൊടുക്കുന്നില്ല. മൂന്നാമത്തെ നിങ്ങൾ പറയും എന്താണ് നോക്കട്ടെ, ആലോചിച്ച് പറയും. എന്തായിരിക്കും? ജ്ഞാനം. നമ്മൾ വായിക്കുന്നില്ല, അതായത് ഭാഗവതം, ഭഗവത്ഗീത എത്ര വായിച്ചാലും പോരാ എന്ന് തോന്നും, വീണ്ടും വീണ്ടും വായിക്കണം നമ്മൾ. എനിക്ക് നരസിംഹലീല ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി കേട്ടേണ്ട ആവശ്യമില്ല. എത്ര കേട്ടാലും വീണ്ടും കേൾക്കണം. അത്
അപ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ ഓട്ടോമാറ്റിക് നടക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഈ കഥ കേട്ടതല്ലേ. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പോണേ? ഇന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഇന്നത്തെ സ്റ്റോറി നരസിംഹലീല അല്ലെങ്കിൽ രുക്മിണി സ്വയംവരം. ഇത് പല പ്രാവശ്യം കേട്ടതല്ലേ. ഇനിയിപ്പോൾ എന്തിനാ കേൾക്കാൻ പോണത്? ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ അറിയുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഇത് കേട്ട് കേട്ട് നമ്മളുടെ ഇത് കണ്ടാമിനേഷൻ, നമ്മളുടെ ആ കൽമശം പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമായിട്ട് നല്ലൊരു സ്റ്റോറി പറയുന്നുണ്ട്. മുത്തച്ഛൻ തൻ്റെ പേരക്കുട്ടിയോട് പറയാണ്, ഈ ഭഗവത്ഗീത വായിച്ചിട്ട് എന്താണ് കാര്യം, എങ്ങനെ നമ്മളുടെതൊക്കെ നശിക്കുന്ന കൽമശങ്ങൾ. അപ്പോൾ മുത്തച്ഛൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മളുടെ കൽമശങ്ങളും അനർത്ഥങ്ങളെല്ലാം പോവും, കാമക്രോധ ലോഭാദികളെല്ലാം പോവും. അപ്പോൾ പേരക്കുട്ടി ചോദിക്കുക അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അതിന് ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഒരു കൊട്ട എടുത്തിട്ട് നദിയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പറയാണ്. ഒരു അറച്ചും ഉള്ള കരിക്കൊട്ടയാണ്, കൽക്കരിയുള്ള കൊട്ടയാണ്. അത് പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പറയണം. അപ്പോൾ കുട്ടി പറയും, ഇതിലെങ്ങനെ വെള്ളം കൊണ്ടുവരാൻ മുത്തച്ഛ, അതിൽ മുഴുവൻ പോവില്ലേ? കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കൂ, പെട്ടെന്ന് ഓടി വരണം. നദിയിൽ അത് മുക്കിയിട്ട് ഓടി വരണം. അവിടെ എത്തുമ്പോഴേക്കും വെള്ളം മുഴുവൻ പോയി. വീണ്ടും പോകാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി സ്പീഡിൽ ഓടാൻ പറഞ്ഞു. അപ്പോഴും പോയി. 3-4 തവണ അവിടെ പോയി പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെള്ളത്തിലെത്തില്ല, അതിൽ മുഴുവൻ എല്ലാം കിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇപ്പം ഈ കൊട്ട നോക്ക്, നീ പോകുന്ന സമയം, ആദ്യം പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കൊട്ട, ഇപ്പം എങ്ങനെയാണ് കൊട്ട? കംപ്ലീറ്റ് ക്ലീനായി. കാരണം കൽക്കരിയുടെ ഇതൊക്കെ പോയി. അപ്പോൾ അതേപോലെ നമ്മുടെ ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മളുടെ അറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള കാമക്രോധ ലോഭ മോഹാദീതികളെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടും, നശിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ എന്താണ് ഒരിക്കലും തൃപ്തിപ്പെടാൻ പാടില്ല നമ്മളെ സ്വാധ്യായത്തിൽ. അങ്ങനെ 3 നമ്മൾ ഒരിക്കലും തൃപ്തിപ്പെടാൻ പാടില്ലാത്ത 3 ഏതൊരു സർക്കംസ്റ്റൻസ് നമ്മൾ തൃപ്തിപ്പെടണം. ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. ചാണക്യ പണ്ഡിതൻ പറഞ്ഞതാണ്. അത് പ്രഭാതം കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെ എത്തി നമ്മള്? So he is satisfied with everything that is offered to him by the grace of the Lord, and he is never angry in the absence of sense gratification. ഭഗവാൻ എന്താണോ നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ നമ്മൾ സന്തുഷ്ടരാകുന്നു. Nor does he endeavor to acquire sense objects. Thus, when he is completely free from false ego, he becomes non-attached to all material things. And that is the stage of self-realization of Brahman. That stage is called the Brahma Bhuta stage. That's a liberated stage. Brahma Bhuta Prasarnatma na sochati na kankshati. When one is free from the material conception of life, he becomes peaceful and cannot be agitated. This is described in Bhagavad Gita 2.7d. Apuryamanam achara pradishtham samudramapa pravishandi yadvat tadvat kamayam pravishandi sarve shantimapnoti na kamakami. A person who is not disturbed by the incessant flow of desires that enter like rivers into the ocean, which is ever being filled by but is always still, can alone achieve peace, and not the man who strives to satisfy such desires. എന്താണ് പറയുന്നത്? ഏതൊരു വ്യക്തിയാണോ ഒരുപാട് ആഗ്രഹങ്ങൾ വന്നാലും അതിന് യാതൊരു ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അതിനെ വളരെ സംയമനത്തോടു കൂടിയിട്ട് അഭിമുഖീകരിക്കുന്നത്, ഇൻസെസന്റ് ഫ്ലോ ഓഫ് ഡിസയേഴ്സ്, അജിറ്റേറ്റ് ആവുന്നില്ല എത്ര വന്നാലും, ഈസ് പീസ്ഫുൾ. ഇപ്പൊ എന്താണ് ഉദാഹരണം? ദാറ്റ് എൻറ്റർ ലൈക്ക് റിവേഴ്സ് ഇൻ ടു ദ ഓഷ്യൻ. എത്ര തന്നെ നദികളില് സാഗരത്തില് സമുദ്രത്തിൽ ചെന്ന് ചേർന്നാലും സമുദ്രത്തിന് വല്ല കൂസലുണ്ടോ, വല്ല അജിറ്റേഷൻ ഉണ്ടോ? ഇല്ല. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. എന്നാലും പീസ്ഫുൾ ആണ്, കാമാണ്. അത് ഓവർഫ്ലോ ആവില്ല. സമുദ്രം ഓവർഫ്ലോ ആവോ? എത്ര തന്നെ നദികൾ ചെന്ന് ചേർന്നാലും വിച്ച് ഈസ് എവർ ബീങ് ഫിൽഡ് ബട്ട് ഈസ് ഓൾവേസ് സ്റ്റിൽ, ശാന്തമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ശാന്തി സമാധാനം കിട്ടൂ. ആൻഡ് നോട്ട് ദ മാൻ ഹു സ്ട്രൈവ്സ് ടു സാറ്റിസ്ഫൈ സച്ച് ഡിസയർ. അപ്പൊ നമുക്ക് വരുന്ന ആഗ്രഹങ്ങളെ, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ പോയാൽ അതിന് ഒരു
അവസാനം ഉണ്ടാവില്ല. ലിമിറ്റ്ലെസ് ഡിസൈർസ്, അത് നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. സോ the more you want to satisfy the desires, the more you will be put into trouble. അപ്പൊ അത് തീയില് എന്തൊഴിക്കുന്ന പോലെയാണ്, നെയ്യ് ഒഴിക്കുന്ന, എണ്ണ ഒഴിക്കുന്ന പോലെ, അത് ആളിക്കത്തുള്ളൂ. അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത്. അത് വന്നോട്ടെ, നമ്മൾ അതിനെ കാര്യാക്കണ്ട, അതിന് ചെവി കൊള്ളണ്ട, അതിനെ നോക്കും വേണ്ട. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ആഗ്രഹങ്ങളെ. ജസ്റ്റ് ലീവ് ഇറ്റ്, അതാണ് പറയുന്നത്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോയാലാണ് പ്രശ്നം. സോ വി ഷുഡ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അതാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ശ്ലോക. രണ്ട് ശ്ലോക അല്ലേ? 2 3 3 ശ്ലോകം. 48 മുതൽക്ക് 3 അതിനെക്കാട്ടും 53 6 ശ്ലോകം. Okay, so the stop here sharing. Vancha kalpata rubbecha kripa sindhu patidanam pavanebhyo vaishnavebhyo अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंद।